ഇന്ന് സദ്യയിലെ താരം കാളൻ കുറുക്കിയതായാലോ? വാഴയ്ക്ക അരിഞ്ഞെടുത്ത് കറ കളഞ്ഞതിന് ശേഷം മഞ്ഞളും ഉപ്പും 2 മുളകും ചേർത്ത് വേവിക്കാൻ വെക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായി കുരുമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില, ജീരകം, മഞ്ഞൾപ്പൊടി, തേങ്ങ ചേർത്ത് നല്ല വെണ്ണ പരുവത്തിൽ അരച്ചെടുക്കാം. വെന്ത് വന്നിരിക്കുന്ന വാഴയ്ക്കയിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. ഒരു തിള വരുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ മോര് ചേർക്കുന്നത്. മോര് ഒരു 2 മണിക്കൂർ മുന്നേ അടിച്ചു വെച്ചതാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുളി കിട്ടില്ല. എത്ര നേരത്തെ അടിച്ചു വെക്കുന്നോ അതാണ് നല്ലത്. വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ നല്ല പുളി ഉണ്ടാവും. അപ്പം തന്നെ അടിച്ച് നമുക്ക് ചേർക്കാം. മോര് ചേർത്താൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകതയും. മോര് ചേർത്തിട്ട് ഇളക്കിയില്ലെങ്കിൽ പെരുത്തു പോകും. എല്ലാവരും പറയുന്ന കംപ്ലൈൻ്റ് ആണ് കേട്ടോ അത്. അതിനുള്ള പരിഹാരമാണിത്. നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറുകി വരുമ്പോൾ എണ്ണ താളിച്ച് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക്, ഉലുവ, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇവ ചേർത്ത് താളിച്ച് ചേർത്താൽ മോരുകറി റെഡി.